നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പഠിക്കാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ആസ്ഥ അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ എഡിഷനാണ്. 2026 ഏപ്രിൽ മാസത്തിലെ എഡിഷനാണ്. 2026 മാർച്ച് വരെയുള്ള വസ്തുതകളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ വസ്തുതകളെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ പുസ്തകത്തിൻ്റെ വില 135 രൂപ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ്. 208 പേജേ ഉള്ളൂ. A5 സൈസാണ്, ചെറിയ പുസ്തകമാണ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുസ്തകമാണ്. ഞാനിവിടെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുണ്ട് എങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തോളും. പിന്നെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് ഒരു കാരണവശാലും GPay ചെയ്യരുത്. അത് ഏതെങ്കിലും ഈ പറഞ്ഞ QR കോഡ് വഴി സ്കാൻ ചെയ്തും അയക്കരുത്. അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡുണ്ട്. നമ്മുടെ UPI ID വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. ആസ്ഥ അക്കാഡമിയുടെ UPI ID എന്ന് പറയുന്നത് QR.asthac@SIB എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പുസ്തകം ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. പുസ്തകം വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ. ശരി, നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജ്ഞാനപീഠ പുരസ്കാരം, അല്ലെ? ഇന്ത്യയിൽ സാഹിത്യ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത്? ജ്ഞാനപീഠ പുരസ്കാരം. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2026 മാർച്ചിൽ പ്രഖ്യാപിച്ചു. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ തമിഴ് സാഹിത്യകാരൻ ഗാനരചയിതാവ് വൈരമുത്തുവിനാണ് ലഭിച്ചത്. അപ്പോൾ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? തമിഴ് സാഹിത്യകാരൻ വൈരമുത്തുവാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ തമിഴനാണ് ആര്? വൈരമുത്തു. നിങ്ങൾക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാരം 6 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെ? ഇതുവരെ 6 മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം എത്ര തമിഴ്നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 3 പേർക്കാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ആർക്കാണ്? വൈരമുത്തു, അല്ലെ? എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം? 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 2025 ഡിസംബറിൽ മരണപ്പെട്ട മുൻ ജ്ഞാനപീഠ ജേതാവ് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും. 2025 ഡിസംബറിൽ മരണപ്പെട്ട മുൻ ജ്ഞാനപീഠ ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹം 2025 ഡിസംബറിൽ മരണപ്പെട്ടു. അപ്പോൾ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരവും 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരവും നിങ്ങളുടെ മനസ്സിൽ വേണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. ISROയുടെ ഗഗൻയാൻ ദൗത്യം. ISROയുടെ ഗഗൻയാൻ ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യമാണ്, അല്ലെ? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ഏത്? ഗഗൻയാൻ. അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഗഗൻയാൻ ദൗത്യത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 4 ക്രൂ മെമ്പേഴ്സിനെയും നിങ്ങൾക്ക് പരിചയമുണ്ട്.
അതിലൊരാള് മലയാളിയാണ് അല്ലെ, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഗഗൻയാൻ ദൗത്യത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അയാൾക്ക് പുറമെ ആ കൂട്ടത്തിൽ ശുഭാംശു ശുക്ലയുണ്ട്, അജിത് കൃഷ്ണനുണ്ട്, അങ്കദ് പ്രതാപ് ഉണ്ട്. ഇതെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ISROയുടെ ഗഗൻയാൻ ദൗത്യം. ആ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ISRO ഒരു നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നു. എവിടെ എന്ന് ചോദിച്ചാൽ കൊക്കോസ് ദ്വീപിലാണ്. എവിടെയാണ്? കൊക്കോസ് ദ്വീപ്. അപ്പൊ ചോദ്യം, ഈ കൊക്കോസ് ദ്വീപ് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ്. ഓസ്ട്രേലിയ. എവിടെയാണ്? ഓസ്ട്രേലിയ. അപ്പോ ചോദ്യം ഇങ്ങനെ, ISROയുടെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ISRO ഒരു നിരീക്ഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് എവിടെ? കൊക്കോസ് ദ്വീപിൽ ആരംഭിക്കുന്നു. ഈ കൊക്കോസ് ദ്വീപ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയാണ്. നല്ല ചോദ്യമാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള, കുറച്ചു കാലമായിട്ട് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന, ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആന്റണി ആൽബനീസ്. ആന്റണി ആൽബനീസ് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ നല്ല സുഹൃത്താണ്. ആര്? ആന്റണി ആൽബനീസ് ആണ് ഇപ്പോഴ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്, ഇപ്പോഴത്തെ കാനഡയുടെ പ്രധാനമന്ത്രി ആരാണ്? കനേഡിയൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് മാർക്ക് കാർണിയാണ്. 2026 മാർക്ക് കാർണി എവിടെ വന്നിരുന്നു? ഇന്ത്യയിൽ വന്നിരുന്നു. മാർച്ചില് ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യയുമായിട്ട് ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. നമുക്ക് ഊർജ ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഊർജ ആവശ്യങ്ങൾക്കായിട്ട് യുറേനിയം വേണം. ഒരുപാട് യുറേനിയം ഉള്ള രാജ്യമാണ് കാനഡ. അപ്പോൾ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുറേനിയം നൽകാം എന്നുള്ള ഒരു കരാറിൽ ഏത് രാജ്യം? കാനഡ ഇന്ത്യയുമായിട്ടൊരു ധാരണാപത്രം, ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അപ്പോൾ 2026 യുറേനിയം നൽകലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ കാനഡയുമായിട്ടാണ്. ആ കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ആര്? മാർക്ക് കാർണി. ഇനി അത് കഴിഞ്ഞിട്ട് മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി, അതായത് മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി ഉദ്ദേശിക്കുന്ന എന്താണ്? കാനഡയുടെ വിദേശകാര്യമന്ത്രി. ആരെന്ന് ചോദിച്ചാൽ അനിത ആനന്ദാണ്. കാനഡയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ആരാണ്? അനിത ആനന്ദ്. പേര് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ ടച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവര് ഇന്ത്യൻ വംശജയാണ്. ആര്? അനിത ആനന്ദ്. അപ്പോ ആ പേരുകൂടെ ഓർത്തു വയ്ക്കണം. കാനഡയുടെ വിദേശകാര്യമന്ത്രിയാണ് ആര്? അനിത ആനന്ദ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇപ്പോ ചൈനയുടെ അംബാസഡറായിട്ട്, ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ വിക്രം കെ ദുരൈസ്വാമിയാണ്. അല്ലെ, ചൈനയുമായിട്ട് നല്ല ബന്ധത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൈനയിൽ ഇപ്പൊ അംബാസഡറായിട്ട് ഒരാളെ നിയമിച്ചു. ആരാണ്? വിക്രം കെ ദുരൈസ്വാമി. നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് EM ജയശങ്കർ. അല്ലെ, നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് ആര്? ജയശങ്കർ. ജയശങ്കർ മുമ്പ് ചൈനയിലെ അംബാസഡർ ആയിരുന്നു. ഇപ്പോ ചൈനയിലെ അംബാസഡറായിട്ട് നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ വിക്രം കെ ദുരൈസ്വാമിയാണ്. ഓർത്തു വെക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളി ആയിട്ടുള്ള ഒരു വനിതയാണ് നഗ്മ മുഹമ്മദ്. നഗ്മ മുഹമ്മദ് മലയാളി ആയിട്ടുള്ള വനിതയാണ്. അവര് ജപ്പാനിലെ അംബാസഡറാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് ജപ്പാനിലെ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ട മലയാളി വനിത ആര് എന്നുള്ളത് നല്ല ചോദ്യമാണ്. നഗ്മ മുഹമ്മദ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയിലെ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് വിക്രം കെ ദുരൈസ്വാമിയാണ് ഇപ്പോൾ. അതുപോലെ കുറച്ചു കാലം മുമ്പ് ജപ്പാനിലെ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നഗ്മ മുഹമ്മദാണ്. അതുപോലെ നിലവിൽ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ ആര് എന്നുള്ളതും ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതാരാണ്? സെർജിയോ ഗോർ. ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ സെർജിയോ ഗോർ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി, UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി, നമ്മുടെ പത്മശ്രീ എന്ന് പറയുന്നത് പോലെ ഒരു ബഹുമതിയാണ്. UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി ഒരു ഇന്ത്യക്കാരന് ലഭിച്ചു. ആർക്ക് എന്ന് ചോദിച്ചാൽ നടരാജൻ ചന്ദ്രശേഖരനാണ്. നടരാജൻ ചന്ദ്രശേഖരൻ. അല്ലെ, അപ്പൊ ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി 2026 മാർച്ചിൽ ലഭിച്ചത് ഏത് ഇന്ത്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ നടരാജൻ ചന്ദ്രശേഖരനാണ്. ഇനി നടരാജൻ ചന്ദ്രശേഖരൻ ആര് എന്ന് നിങ്ങൾക്ക് അറിയാമോ?
ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ആര്? നടരാജൻ ചന്ദ്രശേഖരൻ. അപ്പോ 2026 UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി നേടിയ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ നടരാജൻ ചന്ദ്രശേഖരനാണ്. ഓർത്തു വെക്കണം, നല്ല ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 മാർച്ചില് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരാണ്? നല്ല ചോദ്യമാണ്. 2026 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടത് BJPയുടെ ഒരു തീപ്പൊരി വനിതാ നേതാവാണ് നിരഞ്ജൻ ജ്യോതി. ആരാണ്? നിരഞ്ജൻ ജ്യോതി. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2026 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരെന്ന് ചോദിച്ചാൽ നിരഞ്ജൻ ജ്യോതിയാണ്. ആ പേര് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം. ഇപ്പൊ ഈ ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അവതരിപ്പിച്ചു, നിങ്ങൾ അത് രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം. അല്ലാതെ ക്ലാസ്സിനകത്തിരുന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് തീരത്തില്ല. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ പേര് നിങ്ങൾ പഠിച്ചോണം, നിരഞ്ജൻ ജ്യോതി. അത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ആര്? നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് വി രാമസുബ്രഹ്മണ്യൻ. അതുപോലെ നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹാത്കർ അല്ലെ, വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. അവിടെ ഒരു കാര്യം കൂടി ഓർത്തോണം, ഈ അടുത്ത കാലത്ത് ചർച്ചയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് വനിതാ സംവരണം. ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ 33% വനിതാ സംവരണം നിലവിൽ വരാനായിട്ട് പോവുകയാണ്. 2029 തെരഞ്ഞെടുപ്പോടുകൂടി അത് വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വനിതാ സംവരണത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതി ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് 106 ഭേദഗതി അല്ലെ. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഏത്? 106 ഭേദഗതി. 2023 പാർലമെന്റ് പാസാക്കിയ ഭേദഗതി. അപ്പൊ അത് ഒക്കെ ഓർത്ത് വയ്ക്കണം. ഇപ്പൊ ഇവിടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷയായിട്ട് ഈയിടെ നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാല് നിരഞ്ജൻ ജ്യോതിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ദയാവധം അല്ലെ, ദയാവധം അഥവാ യൂത്തനേഷ്യ അല്ലെ. ഇന്ത്യയില് യൂത്തനേഷ്യ, ദയാവധം നിയമവിധേയമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ യൂത്തനേഷ്യ നിയമവിധേയമല്ല അല്ലെ. ലോകത്ത് ആദ്യമായിട്ട് ദയാവധം അഥവാ മേഴ്സി കില്ലിംഗ് അഥവാ യൂത്തനേഷ്യ നിയമപരമാക്കിയ രാജ്യം ഏത്? അത് നിങ്ങൾക്കറിയാം, നെതർലാൻഡാണ്. ലോകത്ത് ആദ്യമായിട്ട് യൂത്തനേഷ്യ നിയമവിധേയമാക്കിയ രാജ്യമാണ് നെതർലാൻഡ്. പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അത് നിയമവിധേയമാണോ? അല്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരാളെ യൂത്തനേഷ്യക്ക് വിധേയമാക്കി. അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരാളെ യൂത്തനേഷ്യക്ക് വിധേയനാക്കുന്നത്. ആര് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയാണ് ഹരീഷ് റാണ. അപ്പൊ 2026 മാർച്ചില് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ദയാവധത്തിന് വിധേയനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഹരീഷ് റാണയാണ്, ഉത്തർപ്രദേശുകാരനാണ്. ഓർത്ത് വയ്ക്കണം. ഇന്ത്യയിൽ ഇപ്പോഴും യൂത്തനേഷ്യ അതായത് ദയാവധം നിയമവിധേയമല്ല. ശരി, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് ഉത്തരവിട്ടതാണ്, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുത്തതാണ്. ശരി, അടുത്തത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? നിരോധിച്ചു. ഏതാണ് ആ സംസ്ഥാനം എന്നാണ് ചോദിച്ചത്. കർണാടക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് അല്ലെ, നമ്മുടെ ഭരണഘടനയിലെ 44-ാമത്തെ വകുപ്പിൽ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന, അതായത് നിയമസഭ പാസ്സാക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ് അല്ലെ. ഇപ്പൊ ഉത്തരാഖണ്ഡിന് ശേഷം 2026 മാർച്ചിൽ മറ്റൊരു സംസ്ഥാനവും യൂണിഫോം സിവിൽ കോഡ് പാസാക്കി. ഏതാണ് ആ സംസ്ഥാനം എന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്ത്. അപ്പോൾ ഉത്തരാഖണ്ഡിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലും
അതുപോലെ ഗുജറാത്തിലും ഇപ്പോൾ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് നിലവിലുണ്ട്. നേരത്തെ വേറൊരു സംസ്ഥാനം, അതായത് ഗോവ, അല്ലെ, ഗോവ 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട ഒരു പ്രദേശമാണ്. അങ്ങനെ ഈ പറഞ്ഞൊരു സംസ്ഥാനമായ പ്രദേശമാണ് ഏത്? ഗോവ, അല്ലെ. ഗോവ പോർച്ചുഗീസുകാരുടെ കയ്യിലിരുന്ന പ്രദേശമാണ്. പിന്നീടാണ് നമ്മളോട് ഈ പറഞ്ഞ രാജ്യത്തോട് ചേർക്കപ്പെട്ടത്, ഇന്ത്യയുടെ ഭാഗമായത്. ഗോവയിൽ ആൾറെഡി എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. ഗോവ ഇന്ത്യൻ യൂണിയന് ചേരുമ്പോൾ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. പക്ഷേ നിയമം മൂലം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന് ശേഷം ഇപ്പോൾ ഏതാണ്? ഗുജറാത്ത്. അപ്പൊ ഇപ്പോൾ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പക്ഷിയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. രാജസ്ഥാന്റെ ഔദ്യോഗിക പക്ഷിയാണ് ഏത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ലോകത്ത് തന്നെ 100-ൽ താഴെ പക്ഷിയേ ഉള്ളൂ. അതായത് വംശനാശത്തിന്റെ അങ്ങ് മുനമ്പി ചെന്ന് നിൽക്കുന്ന പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. നേരത്തെ സലിം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ വേണ്ടി സർക്കാരിനോട് നിർദ്ദേശിച്ച പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. സലിം അലി ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ പക്ഷിയെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് പരിഗണിച്ചു. കാരണം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും മയിലുണ്ട്, അത് മനോഹരമായുള്ള ഒരു പക്ഷിയൊക്കെ ആയതുകൊണ്ട് അതിനെ എന്താണ്? ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചു. 1963 ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചില്ല. അപ്പൊ രാജസ്ഥാന്റെ ഔദ്യോഗിക പക്ഷിയാണ് ഏത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പൊ ഇതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞൊരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പൊ ഇത് വാർത്തയിൽ വന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു മുട്ട, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ മുട്ട കൃത്രിമമായിട്ട് രാജസ്ഥാന് പുറത്തൊരിടത്ത് വിരിയിച്ചെടുത്തു. ഗുജറാത്തിൽ വെച്ചിട്ട് ഇതിന്റെ മുട്ട കൃത്രിമമായിട്ട് വിരിയിച്ചെടുത്തു. അത് ഈ പക്ഷിയുടെ എണ്ണം കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവമായിട്ട് വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വരുന്നു. അപ്പൊ അത് എവിടെ വെച്ചാണ് വിരിയിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ രാജസ്ഥാന് പുറത്ത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷിയുടെ മുട്ട കൃത്രിമമായിട്ട് വിരിയിപ്പിച്ചെടുത്തത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. അപ്പൊ ആ പക്ഷിയെ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്യാസ് ATM, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM അല്ലെങ്കിൽ ഗ്യാസ് ATM, അല്ലെ. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഗ്യാസ് സിലിണ്ടറുമായിട്ട് കാലങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയിൽ പോയി കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ ഗ്യാസ് ATM ഉണ്ടെങ്കിൽ അവിടെ പോയി പിൻ നമ്പർ കൊടുക്കുമ്പോൾ 2-3 മിനിറ്റിനകത്ത് നിങ്ങളുടെ ഈ പറഞ്ഞ സിലിണ്ടർ ലഭിക്കും. അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നുണ്ട്. രാജ്യത്തെ ആദ്യത്തെ ഗ്യാസ് ATM LPG ഗ്യാസ് പാചകവാതകമാണ് ഗ്യാസ് ATM വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുരുഗ്രാം എന്ന് പറയുന്നത് ഹരിയാനയിലെ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ്. ഹരിയാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക് സിറ്റിയാണ് ഗുരുഗ്രാം. ചിലപ്പോൾ ചോയ്സിൽ ഗുർഗാവോൺ എന്ന് കൊടുത്തിരിക്കും. ഗുർഗാവോൺ എന്നുള്ളത് കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗുരുഗ്രാം എന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ദ്രോണാചാര്യരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാണ്ഡവര്, കൗരവര് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരെ അസ്ത്രവിദ്യ പഠിപ്പിച്ച അവരുടെ നേതാവാണ്, ഗുരുവാണ് ആര്? ദ്രോണാചാര്യർ. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം കൊടുത്തിരിക്കുന്ന പേരാണ് ഗുരുഗ്രാം. ഈ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമാണ്. വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെക് സിറ്റിയാണ് ഹരിയാനയിലേത്? ഗുരുഗ്രാം. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ LPG ഗ്യാസ് ATM വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുരുഗ്രാമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈയിടെ വാർത്തയിൽ വന്ന ഒരു ചുരമാണ്, ഹിമാലയൻ മേഖലയിലെ ഒരു ചുരമാണ് ലിപുലേഖ് ചുരം. നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഈ ചുരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ലിപുലേഖ് ചുരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്, അല്ലെ. ഉത്തരാഖണ്ഡിലുള്ള ചുരമാണ് ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിലെ വേറെയും ചുരങ്ങളുണ്ട്. നീതി ചുരം, മന ചുരം, ലിപുലേഖ്, നീതി, മന എന്നീ ചുരങ്ങൾ ഹിമാലയത്തിലാണ്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ലിപുലേഖ്, നീതി, മന ചുരം, അല്ലെ. ഈ ചുരങ്ങൾ ഉത്തരാഖണ്ഡിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ചൈനയുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
ചൈന എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഏതാണ്? ടിബറ്റ് ആണ്. ചൈനയിലെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ് ഏതൊക്കെ? ലിപുലേഖ്, മന, നീതി. ഇതില് ലിപുലേഖ് ചുരവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ അടുത്ത കാലത്ത് വന്നത്. ഈ പറഞ്ഞ ലിപുലേഖ് ചുരത്തിലൂടെ ചൈനയുമായിട്ട് വ്യാപാരമുണ്ട്. ഈ ലിപുലേഖ് ചുരം ഈ പറഞ്ഞ ചൈനയുമായി വ്യാപാരത്തിന് ഉപയോഗിച്ചു വരുന്ന ഒരു ചുരമാണ്. പക്ഷേ നേരത്തെ കോവിഡ് വന്നപ്പോൾ 2020 കാലത്തിൽ കോവിഡ് വന്ന സമയത്ത് ഈ ലിപുലേഖ് ചുരം എന്ത് ചെയ്തിരുന്നു? അടച്ചിട്ടിരുന്നു. ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ലിപുലേഖ് ചുരം ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിന് വീണ്ടും തുറന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അത് വാർത്തയിൽ വന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഈ അടുത്ത കാലത്തായിട്ട് ചൈനയുമായി വ്യാപാരത്തിനായിട്ട് വീണ്ടും തുറന്ന ഉത്തരാഖണ്ഡിലെ ചുരം ഏത് എന്ന് ചോദിച്ചാൽ ലിപുലേഖ് ചുരമാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ വേറൊരു ചുരം കൂടി ഈ സമയത്ത് ശ്രദ്ധിച്ചു വയ്ക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിക്കിമിലുള്ള 2 ചുരങ്ങളാണ് നാഥുല ചുരം, ജലപ്ല ചുരം. നാഥുല ജലപ്ല ചുരങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ സിക്കിമിലാണ്, അല്ലെ? അതിൽ നാഥുല ചുരം പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കണം. ഈ 2 ചുരങ്ങളും ഇന്ത്യയെ ചൈനയുമായിട്ട് അല്ലെങ്കിൽ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ്. അതിൽ നാഥുല ചുരം പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കണം. ഇന്ത്യയുടെ പഴയ ഈ പറഞ്ഞൊരു പ്രാചീനമായിട്ടുള്ള വ്യാപാര പാതയുണ്ട്. കച്ചവടമൊക്കെ നടക്കുന്ന, കരവഴി കച്ചവടമൊക്കെ നടക്കുന്ന വളരെ പ്രാചീനമായിട്ടുള്ള ഒരു വ്യാപാര പാതയുണ്ട്. നമ്മൾ സിൽക്ക് റൂട്ട് എന്ന് പറയും. ആ സിൽക്ക് റൂട്ട് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചുരം ഏത് എന്ന് ചോദിച്ചാൽ നാഥുല ചുരമാണ്. അപ്പം പ്രാചീനമായിട്ടുള്ള സിൽക്ക് റൂട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ചുരം ഏത് എന്ന് ചോദിച്ചാൽ അത് നാഥുല ചുരമാണ് എന്നുള്ളത് ഓർക്കുക. നാഥുല ചുരം എവിടെയാന്ന് ചോദിച്ചാൽ അത് സിക്കിമിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രഞ്ജി ട്രോഫി കിരീടം. അപ്പൊ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ക്രിക്കറ്റ്, അല്ലെ? സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, അങ്ങനെ നിങ്ങൾ കേൾക്കും. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? അതും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടൂർണമെന്റ് ആണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. അതുപോലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഏത്? രഞ്ജി ട്രോഫി. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഏത്? രഞ്ജി ട്രോഫി. അവിടെ ഓർക്കേണ്ടത്, ഇപ്പൊ ഓർക്കേണ്ടത്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 2026 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ഏത് ടീമാണ്? 2026 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് ടീമാണ്? ജമ്മു കാശ്മീരാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി കിരീടം നേടുന്നത്. കർണാടകയെ പരാജയപ്പെടുത്തിയിട്ടാണ് ജമ്മു കാശ്മീർ ചരിത്രത്തിൽ ആദ്യമായിട്ട്, രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കിരീടം നേടുന്നത്. അവരാദ്യമായിട്ടാണ് ഫൈനലിൽ വരുന്നത്. അവർ ആ ഫൈനലിൽ കിരീടവും നേടി. നേരത്തെ ഇതുപോലെ കേരളം ഫൈനലിൽ വന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ് നമ്മൾ തോറ്റുപോയിരുന്നു. എങ്കിൽ അതും ചരിത്രമായിരുന്നേനെ. പക്ഷെ ഇവിടെ ഇപ്പോൾ രഞ്ജി ട്രോഫി കിരീടം 2026 ആരെ നേടുന്നു? അത് ജമ്മു കാശ്മീർ നേടുന്നു. ആരെ പരാജയപ്പെടുത്തിയാണ് നേടിയത്? അത് കർണാടകയെ പരാജയപ്പെടുത്തിയാണ് നേടിയത്. വേറൊരു ക്ലാസ്സിൽ 2026 സന്തോഷ് ട്രോഫി കിരീടം. സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി. 2026 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് ടീമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർവീസസ് ആണ്, അല്ലെ? 2026 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ്. ആരെ പരാജയപ്പെടുത്തി എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. കേരളത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനലിൽ സന്തോഷ് ട്രോഫി കിരീടം ആര് നേടുന്നത്? സർവീസസ് നേടുന്നത്. ഇവിടെ രഞ്ജി ട്രോഫി ആർക്കാണ്? ജമ്മു കാശ്മീരിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നേപ്പാളിൽ കുറച്ചു കാലം മുമ്പ് ജൻസി കലാപം നടന്നായിരുന്നു, അല്ലെ? നേപ്പാളിൽ കുറച്ചു കാലം മുമ്പ് ജൻസി കലാപം നടന്നായിരുന്നു. അതിനെ തുടർന്ന് ഒരു ഇടക്കാല ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഇടക്കാല ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നത് സുശീല കാർക്കി ആയിരുന്നു. ആരാണ്? സുശീല കാർക്കി, അല്ലെ? അപ്പൊ ജൻസി കലാപം നടന്നു. അവിടെയുള്ള ശരിക്കുള്ള ഭരണകൂടം പോയി. തൽക്കാലം ഈ പറഞ്ഞ ഒരു താൽക്കാലിക ഭരണകൂടം ഉണ്ടായി. ആ താൽക്കാലിക ഭരണകൂടത്തെ നയിച്ചത് സുശീല കാർക്കി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് ഒരു ജൻസി നേതാവ് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറി. ആരാണ് നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ബാലേന്ദ്ര ഷാ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ട ജൻസി നേതാവ് ആര്? ബാലേന്ദ്ര ഷാ, അല്ലെ? ഇതുപോലെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു. ബംഗ്ലാദേശിലും ഇതുപോലെ ആഭ്യന്തര കലാപം നടന്നിരുന്നു. ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഒരു ഇടക്കാല ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഭരണകൂടം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടി. അങ്ങനെ താരിഖ് റഹ്മാൻ
ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാണ്. അതേസമയം ബാലേന്ദ്ര ഷാ എന്ന് പറയുന്നത് നേപ്പാളിലെ പ്രധാനമന്ത്രിയാണ്. മാർക്ക് കാർണി എന്ന് പറയുന്നത് കാനഡയിലെ പ്രധാനമന്ത്രിയാണ്. ആന്റണി ആൽബനീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ മനസ്സിനകത്ത് ഇരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആംഗ്ലിക്കൻ സഭയുടെ മേധാവിയായി നിയമിക്കപ്പെട്ട വനിത. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, വളരെ നീണ്ട കാലത്തെ ചരിത്രമുള്ള ഒരു ക്രിസ്ത്യൻ സഭയാണ് ആംഗ്ലിക്കൻ സഭ. നിങ്ങൾ കത്തോലിക്ക സഭ എന്നൊക്കെ കേട്ട് കാണും. കത്തോലിക്ക സഭയുടെയൊക്കെ മേധാവി ആരാണ്? അത് മാർപ്പാപ്പയാണ്. പക്ഷെ ആംഗ്ലിക്കൻ സഭയുടെ മേധാവി എന്ന് പറയുന്നത് മാർപ്പാപ്പയല്ല. ആംഗ്ലിക്കൻ സഭയുടെ മേധാവിയായിട്ട് ഈ അടുത്ത കാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത വന്നു. ആരാണ് എന്ന് ചോദിച്ചാൽ സാറാ മുലാലി, അല്ലെ? അപ്പൊ ഇംഗ്ലണ്ടിലെ സഭയാണ്. ആംഗ്ലിക്കൻ സഭയുടെ നേതാവായിട്ട് നിയമിക്കപ്പെട്ട, ചരിത്രത്തിൽ ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട വനിത ആര് എന്ന് ചോദിച്ചാൽ സാറാ മുലാലിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അവർ ആ സ്ഥാനത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വാർത്തയിലായി. അപ്പോൾ ആംഗ്ലിക്കൻ സഭയുടെ വനിതാ മേധാവിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സാറാ മുലാലി. അതൊരു ചരിത്ര സംഭവമാണ്. ശ്രദ്ധയോടുകൂടി ആ പേര് പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഹോർമോസ് കടലിടുക്ക്. ഹോർമോസ് കടലിടുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അല്ലെ? പശ്ചിമേഷ്യൻ സംഘർഷം, ഇപ്പൊ ഇറാനും അമേരിക്കയും ഇറാനും ഇസ്രായേലുമായിട്ടൊക്കെ സംഘർഷം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഹോർമോസ് കടലിടുക്ക്. ഇറാന്റെ അധികാര പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്, അല്ലെങ്കിൽ ആ രാജ്യത്തിന് തൊട്ടടുത്തുള്ള കടലിടുക്കാണ് ഏത്? ഹോർമോസ് കടലിടുക്ക്. ശരിക്കും പറഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കുമില്ലായിരുന്നു. പക്ഷേ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇറാൻ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പറ്റും അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം. ഇപ്പോൾ ഹോർമോസ് കടലിടുക്കിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇറാനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ വെളിയിൽ വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോസ് കടലിടുക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടുത്താണ്. ഹോർമോസ് കടലിടുക്കിന്റെ ഒരു ഭാഗത്ത് ഇറാനാണ്, മറുഭാഗത്ത് ഒമാനും UAE എന്ന് പറയുന്ന രാജ്യമാണ്. ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് കരയിൽ അകത്തോട്ട് ഈ പറഞ്ഞ കടൽ കയറി കിടക്കുമ്പോഴാണ് ആ ഭാഗത്ത് നമ്മൾ ഗൾഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ് കടലിടുക്ക്. അപ്പൊ രണ്ട് ഗൾഫുകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് ഏത്? കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഏതാണ്? ഇറാനാണ്. ഇറാന്റെ തൊട്ടടുത്താണ് ഈ ഹോർമോസ് കടലിടുക്ക്. മറുവശത്ത് രണ്ട് രാജ്യങ്ങളാണ്, ഒമാനും UAE. അപ്പോൾ ഒമാനും UAE ഒരു സൈഡിൽ, ഇറാൻ വേറൊരു സൈഡിൽ. അതിനിടയ്ക്കുള്ള ഒരു കടലിടുക്കാണ് ഏത്? അതാണ് ഹോർമോസ് കടലിടുക്ക്, അല്ലെ? ഇനി അവിടെ രണ്ട് ഗൾഫ് ഉണ്ട്. അതായത് കടൽ അകത്തോട്ട് കയറി കിടക്കുമ്പോൾ ഗൾഫ് എന്ന് പറയും. വേറെ രീതിയിൽ പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഗൾഫിനും ഇടയ്ക്കുള്ള ഈ പറഞ്ഞ കടലിടുക്കാണ് ഏത്? ഹോർമോസ് കടലിടുക്ക്. അപ്പോൾ ഹോർമോസ് കടലിടുക്ക് ഏതൊക്കെ ഗൾഫുകളിന് ഇടയ്ക്കാണ് എന്ന് ചോദിച്ചാൽ പേർഷ്യൻ ഗൾഫിനും അതുപോലെ തന്നെ ഒമാൻ ഗൾഫിനും ഇടയ്ക്കുള്ള കടലിടുക്കാണ് ഏത്? ഹോർമോസ് കടലിടുക്ക്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചോണം. കാർഗ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? കാർഗ് ദ്വീപും ഈ പറഞ്ഞ യുദ്ധം നടക്കുന്ന സമയത്ത് വാർത്തകളിൽ വന്നിട്ടുള്ള ഒരു ദ്വീപാണ്. കാർഗ് ദ്വീപ് ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇറാന്റെ ദ്വീപാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള, ഇറാന്റെ ഈ പറഞ്ഞ അധികാര പരിധിയിലുള്ള ഒരു ദ്വീപാണ്. പേർഷ്യൻ ഗൾഫിലുള്ള ഒരു ദ്വീപാണ്. പേർഷ്യൻ ഗൾഫിലുള്ള ഇറാന്റെ ഒരു ദ്വീപാണ് ഏത്? കാർഗ് ദ്വീപ്. ആ ഭാഗത്തുകൂടിയാണ് ഇറാന്റെ ഈ പറഞ്ഞ എണ്ണ വിതരണം അത്രയും നടക്കുന്നത്. കാർഗ് ദ്വീപിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പൊ അങ്ങനെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദ്വീപാണ് കാർഗ് ദ്വീപ്. അമേരിക്ക ഈ അടുത്ത കാലത്ത് അത് പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ അത് വാർത്തയിൽ വന്നതാണ് കാർഗ് ദ്വീപ്. അപ്പൊ കാർഗ് ദ്വീപ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? ഇറാന്റെയാണ്, അല്ലെ? കൊക്കോസ് ദ്വീപ് ആരുടേതാ? കൊക്കോസ് ദ്വീപ് എന്ന് പറയുന്നത് അത് ഓസ്ട്രേലിയയുടേതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ISROയുടെ ഗഗൻയാനുമായി ബന്ധപ്പെട്ട നിരീക്ഷണ കേന്ദ്രം വരുന്നത് കൊക്കോസ് ദ്വീപിലാണെന്ന് പറഞ്ഞു. കാർഗ് ദ്വീപ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇറാന്റെ ദ്വീപാണ്. അത് പേർഷ്യൻ ഗൾഫിലാണ്. ഇറാന്റെ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദ്വീപാണ് കാർഗ് ദ്വീപ്.
ഹോർമോസ് കടലിടുക്ക്. എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കടലിടുക്കാണ് ഹോർമോസ് കടലിടുക്ക്. ലോകത്ത് ആകെ നടക്കുന്ന എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. അതായത് കപ്പലുകളൊക്കെ, അതുമായി ബന്ധപ്പെട്ട കപ്പലുകളൊക്കെ കടന്നു പോകുന്നത് ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. ഹോർമോസ് കടലിടുക്ക് ഒമാൻ ഗൾഫിനും പേർഷ്യൻ ഗൾഫിനും ഇടയ്ക്കാണ്. ഹോർമോസ് കടലിടുക്കിന്റെ ഒരു സൈഡിൽ ഇറാനാണ്, മറു സൈഡിൽ UAEയും ഒമാനുമാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ പരിചയപ്പെടാം. IRIS ദേന. IRIS ദേന അല്ലെ. ഇപ്പൊ INS എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടത്. അതുപോലെ IRIS എന്ന് പറഞ്ഞാൽ ഇറാനുമായി ബന്ധപ്പെട്ട്, ഇറാൻ നേവിയുമായി ബന്ധപ്പെട്ടത്. IRIS ദേന ഒരു യുദ്ധക്കപ്പലാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 2026 ഒരു നാവികാഭ്യാസം ഇന്ത്യ നടത്തിയിരുന്നു അല്ലെ. ഇന്ത്യൻ നേവി ഒരു നാവികാഭ്യാസം നടത്തിയിരുന്നു. ആ നാവികാഭ്യാസമാണ് മിലാൻ 2026. ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ട് ഇന്ത്യൻ നാവികസേന നടത്തിയ ഒരു നാവികാഭ്യാസമാണ് മിലാൻ 2026. പല രാജ്യങ്ങളിലുമുള്ള നാവികസേനകൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ വന്നിരുന്നു. മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരുന്നു. അങ്ങനെ പങ്കെടുക്കാൻ വന്ന ഒരു കപ്പലാണ് IRIS ദേന. ഇറാന്റെ ഒരു യുദ്ധക്കപ്പലാണ് IRIS ദേന. അപ്പൊ 2026 മിലാൻ നാവികാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറാനിലോട്ട് പോകുന്ന ഈ കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചിട്ട് അമേരിക്ക ആക്രമിച്ച് മുക്കിക്കളഞ്ഞു. കുറെ നാവികര് കൊല്ലപ്പെട്ടു. അപ്പൊ 2026 അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഇറാന്റെ യുദ്ധക്കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ IRIS ദേന എന്ന് പറയുന്ന കപ്പലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കപ്പല് IRIS ലാവൻ. IRIS ലാവൻ എന്ന് പറയുന്നതും ഇറാന്റെ തന്നെ ഒരു യുദ്ധക്കപ്പലാണ്. അപ്പോൾ മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയ IRIS ദേനയെ അമേരിക്ക എന്ത് ചെയ്തു? ആക്രമിച്ചു, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് മുക്കിക്കളഞ്ഞു. അപ്പോൾ അതുപോലെ മറ്റൊരു കപ്പലും ഉണ്ടായിരുന്നു IRIS ലാവൻ. അതും ആക്രമിക്കപ്പെടുമോ എന്ന് ഭയന്ന് ഇന്ത്യയോട് അഭയം ചോദിച്ചു. കൊച്ചിയിൽ ഞങ്ങൾ വന്ന് ഒതുക്കിയിട്ടോട്ടെ, ഡോക്ക് ചെയ്തോട്ടെ എന്ന് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയും ഇന്ത്യ കൊച്ചിയിൽ അടുപ്പിക്കാൻ പറയുകയും, അപ്പോൾ അങ്ങനെ ആ കൊച്ചി തീരത്ത് ഈ പറഞ്ഞ അടുപ്പിക്കുകയും ചെയ്തു. ഏത് കപ്പലിനെ? IRIS ലാവനെ. അപ്പോൾ കൊച്ചി തീരത്ത് 2026 മാർച്ചിൽ ഡോക്ക് ചെയ്ത അവരുടെ ആവശ്യപ്രകാരം, ആരുടെ? ഇറാന്റെ ആവശ്യപ്രകാരം ഈ പറഞ്ഞ നമ്മൾ സംരക്ഷണം കൊടുത്ത ഇറാന്റെ യുദ്ധക്കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ IRIS ലാവനാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡിഗോ ഗാർഷ്യ. ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാഗോസ് എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ സമൂഹമുണ്ട്. മൗറീഷ്യസിന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപ സമൂഹമാണ് ചാഗോസ് എന്ന് പറയുന്ന ദ്വീപ സമൂഹം. ആ ചാഗോസ് എന്ന് പറയുന്ന ദ്വീപ സമൂഹത്തിനകത്തുള്ള ഒരു ദ്വീപാണ് ഏത്? ഡിഗോ ഗാർഷ്യ. പക്ഷേ ഈ ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അധികാരം ആർക്ക് എന്ന് ചോദിച്ചാൽ UK-ക്കാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇംഗ്ലണ്ടിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു ദ്വീപാണ് ഡിഗോ ഗാർഷ്യ. അവിടെ ആർക്ക്? ബ്രിട്ടന് സൈനിക താവളമുണ്ട്. ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു സൈനിക താവളമുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗോ ഗാർഷ്യ എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ബ്രിട്ടന്റെയും അതുപോലെ അമേരിക്കയുടെയും സംയുക്ത സൈനിക താവളം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപിലാണ്. അപ്പോൾ ഈ ഡിഗോ ഗാർഷ്യ ദ്വീപിൽ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ അമേരിക്ക എന്ത് ചെയ്യുന്നത്? ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കാൻ ആ സ്ഥലത്തെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഡിഗോ ഗാർഷ്യയിലും തിരിച്ച് ഈ പറഞ്ഞ മിസൈൽ വർഷിക്കും. അപ്പൊ അങ്ങനെ വാർത്തയിൽ വന്ന ഒരു ദ്വീപാണ് ഡിഗോ ഗാർഷ്യ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഓസ്കാർ പുരസ്കാരം. 2026 ഓസ്കാർ പുരസ്കാരം നിങ്ങൾക്കറിയാം, ചലച്ചിത്ര മേഖലയിൽ ലോകത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. ലോസ് ആഞ്ചൽസ് ബേസ് ചെയ്ത് നൽകുന്ന പുരസ്കാരമാണ് അല്ലെ. അമേരിക്ക ബേസ്ഡ് ആയിട്ട് നൽകുന്ന പുരസ്കാരമാണ് ഏത്? ഓസ്കാർ പുരസ്കാരം. അപ്പൊ ലോകത്ത് ചലച്ചിത്ര രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം. ഇപ്പോൾ 2026 പ്രഖ്യാപിക്കപ്പെട്ടത് 98ാമത് ഓസ്കാർ പുരസ്കാരമാണ്. 98ാമത് ഓസ്കാർ പുരസ്കാരമാണ്. 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലോട്ട് വരുമ്പോൾ ആദ്യം ഒരു സിനിമയുടെ പേര് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമ. സിന്നേഴ്സ് ഏറ്റവും കൂടുതൽ മത്സര വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് സിന്നേഴ്സ്.
ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം നോമിനേഷൻസ് നേടിയ വേറൊരു ചിത്രമില്ല. നോമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഈ പറഞ്ഞ മത്സര വിഭാഗങ്ങളിലോട്ട് മത്സരിക്കാനുള്ള യോഗ്യത നേടുക, അതിനെയാണ് നോമിനേഷൻസ് എന്ന് പറയുന്നത്. ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം നോമിനേഷൻസ് നേടിയ മറ്റൊരു ചിത്രമില്ല. ഏതാണ് ആ സിനിമ? സിന്നേഴ്സ്. 16 നോമിനേഷനാണ്. അതായത് 16 പുരസ്കാരങ്ങൾ നേടാൻ ആ സിനിമയ്ക്ക് പറ്റും, പക്ഷെ കിട്ടിയില്ല. 16 നോമിനേഷൻസ് നേടിയ ചിത്രമാണ് ഏത്? സിന്നേഴ്സ്. പക്ഷേ 2026 ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പുരസ്കാരം കിട്ടിയത് വേറൊരു ചിത്രത്തിനാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അപ്പൊ അതില് നല്ല ചോദ്യം എന്താണ്? ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് നേടിയ ചിത്രം ഏത്? ഇത്തവണത്തെ കാര്യമല്ല, മൊത്തത്തിലുള്ള കാര്യം പറയാണ്. ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻസ് നേടിയ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമേത്? സിന്നേഴ്സിന് കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമേതെന്ന് ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന സിനിമയാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, അല്ലെ? അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2026 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം, 2026 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് ഏറ്റവും മികച്ച ചിത്രം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഓസ്കാർ പുരസ്കാരം ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച സംവിധായകനുള്ള ഓസ്കാർ പുരസ്കാരം 2026 നേടിയതാരെന്ന് ചോദിച്ചാൽ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. ഈ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. അപ്പൊ 2026 ഓസ്കാർ പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രം, ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. ഏതാണ് സിനിമ? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം 2026 ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ മൈക്കിൾ ബി ജോർദാൻ ആണ്. ആരാണ്? മൈക്കിൾ ബി ജോർദാൻ ആണ് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഏതാണ് സിനിമ എന്ന് ചോദിച്ചാൽ സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അപ്പോ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദാൻ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ കാര്യമാണ് പറയേണ്ടത്? മികച്ച നടി. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ ജെസി ബക്ലി. ആരാണ്? മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം 2026 ലഭിച്ചത് ആർക്ക്? ജെസി ബക്ലി. ഏതാണ് സിനിമ എന്ന് ചോദിച്ചാൽ ഹാംനെറ്റ് ആണ്. ഏതാണ് സിനിമ? ഹാംനെറ്റ്, അല്ലെ? അപ്പോൾ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ജെസി ബക്ലി. സിനിമ ഏതാണ്? ഹാംനെറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച സഹനടനുള്ള പുരസ്കാരം. മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഷോൺ പെൻ ആണ്. ആരാണ്? ഷോൺ പെൻ. ചിലപ്പോൾ ചില പുസ്തകങ്ങളിൽ സീൻ പെൻ എന്ന് എഴുതിയിരിക്കും. ഷോൺ സീൻ. പ്രൊണൗൺസിയേഷനിലെ വ്യത്യാസമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഷോൺ പെൻ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഷോൺ പെൻ. ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, അല്ലെ? ഞാൻ പറഞ്ഞു ഈ സിനിമയ്ക്ക് 6 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. അപ്പൊ അതിലൊന്നാണ് ഷോൺ പെൻ മികച്ച സഹനടനുള്ള പുരസ്കാരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച സഹനടി. മികച്ച സഹനടി എയ്മി മാഡിഗൺ. എയ്മി മാഡിഗൺ അല്ലെങ്കിൽ എമി മാഡിഗൺ എന്ന് പറയും. എമി രണ്ടും ഒന്ന് തന്നെ. എയ്മി മാഡിഗൺ. എയ്മി മാഡിഗൺ ആണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. സിനിമ ഏതെന്ന് ചോദിച്ചാൽ വെപ്പൺസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ്. വെപ്പൺസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അത്യാവശ്യം ഒന്ന് അറിഞ്ഞു വെക്കണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഓസ്കാർ പുരസ്കാരം ഒരുപാട് മേഖലയിലാണ് നൽകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതിൽ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ ആരെന്ന് പറഞ്ഞു? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. മികച്ച നടൻ ആരെന്ന് പറഞ്ഞു? മൈക്കിൾ ബി ജോർദാൻ ആണ്. മികച്ച നടി ആര് എന്ന് പറഞ്ഞു? മികച്ച നടി ആരുടെ പേരാണ് പറഞ്ഞത്? ജെസി ബക്ലി. അതുപോലെ മികച്ച സഹനടൻ ആരാണ്? ഷോൺ പെൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മികച്ച സഹനടി എമി മാഡിഗൺ അല്ലെങ്കിൽ എയ്മി മാഡിഗൺ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു വയ്ക്കണം. മികച്ച സിനിമാറ്റോഗ്രാഫി.
മികച്ച സിനിമാറ്റോഗ്രാഫി അഥവാ നമ്മൾ ഛായാഗ്രഹണം എന്ന് പറയും. മികച്ച സിനിമാറ്റോഗ്രാഫിക്കുള്ള പുരസ്കാരം ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിക്കുകയാണ്. ആ വനിതയുടെ പേരാണ് ഓട്ടം ഡുറാൾഡ് ആർകപ്പോ. ഓട്ടം ഡുറാൾഡ് ആർകപ്പോ. അപ്പോ സിനിമാറ്റോഗ്രാഫിക്കുള്ള 2026 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്. ആർക്കെന്ന് ചോദിച്ചാൽ ഓട്ടം ഡുറാൾഡ് ആർകപ്പോ. ആദ്യത്തെ ഈ പറഞ്ഞ ഓസ്കാർ പുരസ്കാരം സിനിമാറ്റോഗ്രാഫിയിൽ നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരി ആര് എന്ന് ചോദിച്ചാലും വനിത ആരെന്ന് ചോദിച്ചാലും അവരാണ് ഓട്ടം ഡുറാൾഡ് ആർകപ്പോ. സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയാണ് അവര് കൈകാര്യം ചെയ്തത്. അപ്പോൾ 2026 ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലാത്തോട്ട് പതിയത്തില്ല. പതിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അത് കാണാതെ പഠിച്ചേ പറ്റൂ. അപ്പൊ എൻ്റെ ജോലി എന്താണ്? എൻ്റെ ജോലി ഈ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ജോലി. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് പറഞ്ഞുറപ്പിക്കുക, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വമാണ് ഞാൻ നിറവേറ്റി വരുന്നത്. അല്ലാതെ നിങ്ങളെ എല്ലാം കാണാതെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല. അതിന് നമുക്ക് ഈ സമയം പോരാ. അതിന് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെ പ്രായോഗികമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി ഈ ചാനലിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം. നിങ്ങൾക്ക് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയാണ്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.